ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുജാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വള്ളിച്ചീരയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ കണ്ടുവല്ലോ. ഇനി നമ്മൾക്ക് വള്ളിച്ചീരയുടെ ഇലകൾ കൊണ്ട് 4 മണി പലഹാരമായ ബജ്ജി ഉണ്ടാക്കിയാലോ. വള്ളിച്ചീരയുടെ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് മുകളിൽ കാർഡ് രൂപത്തിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബജ്ജി ഉണ്ടാക്കുന്നതിനായി വള്ളിച്ചീരയുടെ ഇളം ഇലകൾ നമുക്ക് പറിച്ചെടുക്കാം. വിശപ്പ് മാറ്റാൻ മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്നതാണ് വള്ളിച്ചീര ഇല. പറിച്ചെടുത്ത ഇലകൾ വെള്ളത്തിൽ 2-3 തവണ നന്നായി കഴുകിയെടുക്കാം. ബജ്ജി ഉണ്ടാക്കുന്നതിനായി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചീര കൂടാതെ കടലമാവ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ജീരകം, വെള്ളം എന്നിവയാണ്. ആവശ്യത്തിന് കടലമാവ് എടുത്ത് അതിലേക്ക് മുളകുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ജീരകവും ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബജ്ജി ഉണ്ടാക്കുന്ന മാവിന്റെ പരുവത്തിലേക്ക് കലക്കിയെടുക്കാം. കട്ട പിടിക്കാത്ത വിധത്തിൽ വേണം നമുക്ക് മാവ് കലക്കിയെടുക്കാൻ. എണ്ണ പലഹാരമാണെങ്കിലും ഇതിൽ അധികം എണ്ണമയം ഉണ്ടാവുകയില്ല. അതിനാൽ ഇത് കഴിക്കുന്നതിൽ ഒരു ഭയവും വേണ്ട. നമ്മുടെ ബജ്ജി മാവ് തയ്യാറായി കഴിഞ്ഞു. അടുപ്പിൽ വെച്ച പാത്രത്തിലേക്ക് എണ്ണയൊഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം കലക്കി വെച്ച മാവിലേക്ക് വള്ളിച്ചീരയുടെ ഇലകൾ ഓരോന്നായി മുക്കി എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ടതും ഇവ നന്നായി പൊങ്ങി വരും. വേവുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇവ കോരിയെടുക്കാം. ഇപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ വള്ളിച്ചീര ബജ്ജി തയ്യാറായി കഴിഞ്ഞു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. Super.